ഇന്ത്യൻ രാഷ്ട്രീയം എക്കാലത്തും റാലികളും പോസ്റ്ററുകളും പ്രസംഗങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു. എന്നാൽ മെയ് 16, 2026 രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി CJP രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പരമ്പരാഗത ശൈലികളെ പൂർണ്ണമായും പൊളിച്ചെഴുതി. സുപ്രീം കോടതിയിൽ നിന്നുമുണ്ടായ ഒരു പരാമർശത്തിൽ പ്രതിഷേധിച്ച് അഭിജിത് ദീപ്കെ എന്ന യുവാവ് ആരംഭിച്ച ഈ പേജ് വെറും 4 ദിവസം കൊണ്ട് 1.4 കോടി 14 മില്യൺ ഫോളോവേഴ്സിനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നേടിയത്. ഭരണകക്ഷിയായ BJPയുടെ 8.7 ദശലക്ഷം, പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ 13.2 ദശലക്ഷം ഔദ്യോഗിക അക്കൗണ്ടുകളേക്കാൾ കൂടുതൽ ഫോളോവേഴ്സിനെ നിമിഷ നേരം കൊണ്ട് നേടിയ CJP വെറുമൊരു തമാശയല്ല, മറിച്ച് ഇന്ത്യൻ യുവാക്കളുടെ നിശബ്ദമായ വലിയൊരു രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ അഗ്നിപർവ്വത സ്ഫോടനമാണ്. ഇരുണ്ട മുറികളിലിരുന്ന് ചിലർ പടച്ചുവിടുന്ന വെറുമൊരു തമാശകൾക്കപ്പുറം ഈ രാജ്യത്തിന്റെ അധികാര സമവാക്യങ്ങളെ മുഴുവൻ തിരുത്തി കുറിക്കുവാൻ പോന്ന വലിയൊരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. നമ്മൾ കാണുന്നതാണോ യഥാർത്ഥ സത്യം, അതോ കാണിക്കപ്പെടുന്നതാണോ? വെറും 96 മണിക്കൂറുകൾ, അതോ അതിൽ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കോടിക്കണക്കിന് രൂപയുടെ പിൻബലമുള്ള IT സെല്ലുകളുള്ള രാഷ്ട്രീയ പാർട്ടികളെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഒരൊറ്റ പേജ് ഇൻസ്റ്റാഗ്രാമിൽ 14 ദശലക്ഷം ഫോളോവേഴ്സിനെ, അഥവാ 1.5 കോടിയോളം മനുഷ്യരെ ഒരേ കുടക്കീഴിൽ അണിനിരത്തുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്ന ഒരു പേരും. പക്ഷേ ഈ ചിരിക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളെയും മാറുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളെയും നമ്മൾ അന്വേഷിച്ച് പുറപ്പെടുമ്പോൾ ചെന്നെത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ചില വമ്പൻ തിരക്കഥകളിലേക്കാണ്. ആരൊക്കെയാണ് CJPയിൽ ചേർന്നിട്ടുള്ളത്? പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ പോലെ മെമ്പർഷിപ്പ് ബുക്കുകളോ ഡിജിറ്റൽ ID കാർഡുകളോ CJPക്ക് ഇല്ല. എന്നിട്ടും ദശലക്ഷക്കണക്കിന് ആളുകൾ ഇതിൽ അംഗങ്ങളായി. ആരാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലുള്ളത്? പരിശോധിച്ചാൽ ജെൻസി മില്യനേഴ്സ്. രാജ്യത്തെ തൊഴിലില്ലായ്മ, പരീക്ഷ പേപ്പർ ചോർച്ച, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വീഴ്ചകൾ എന്നിവയിൽ മടുത്ത 18 മുതൽ 35 വയസ്സുവരെയുള്ള യുവാക്കളാണ് ഇതിലെ പ്രധാന അംഗങ്ങൾ. ഡിജിറ്റൽ ഉപഭോക്താക്കളാണ് അടുത്തത്. സോഷ്യൽ മീഡിയയിൽ സജീവമായ രാഷ്ട്രീയത്തെ ഗൗരവമായി കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ പരമ്പരാഗത പാർട്ടികളുടെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട മറ്റൊരു വിഭാഗം. പ്രമുഖ ഇൻഫ്ലുവൻസർമാരും മീം ക്രിയേറ്റർമാരും ഇന്ത്യയിലെ പ്രമുഖരായ യൂട്യൂബർമാരും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരും ഈ ക്യാമ്പയിന് പരസ്യമായും രഹസ്യമായി പിന്തുണ നൽകി. അവരുടെ പിന്തുണ കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള പേജുകൾ CJPയുടെ മീമുകൾ പങ്കുവച്ചതോടുകൂടി ഇതൊരു ജനകീയ തരംഗമായി മാറാൻ തുടങ്ങി. നിഷ്പക്ഷമായ വോട്ടർമാരുടെ പിന്തുണയും ഇത് നേടാൻ സാധിച്ചു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ പ്രത്യേക മമതയില്ലാത്ത, എന്നാൽ നിലവിലെ വ്യവസ്ഥിതി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ തങ്ങളുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഇത് വെറുമൊരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ വളർച്ചയല്ല, ഇതൊരു കാലഘട്ടത്തിന്റെ, പുതിയ കാലത്തിന്റെ, ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ച ചില അവിശ്വസനീയമായ മാറ്റങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും. ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങി റാലികൾ നടത്തി കോടികൾ പൊടിച്ച് പോസ്റ്ററുകൾ ഒട്ടിച്ച് നേതാവാകുന്ന പഴയ ശൈലിക്ക് ഇവിടെ കാലാഹരണപ്പെടൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പകരം അടച്ചിട്ട എയർ കണ്ടീഷണർ മുറികളിലിരുന്ന് സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനുകളിൽ വിരലുകൾ ചലിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് പുതിയ നായകന്മാർ ജനിക്കുന്നത്. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രായോഗിക ഉദാഹരണമാണ് സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ പ്രവേശനവും മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതവും എന്നാൽ കൃത്യമായ ആസൂത്രണം ചെയ്തുമായ യാത്ര. രണ്ടാമത് വിജയ് എന്ന ഇളയ ദളപതിയുടെയും യാത്ര. സതീശനായാലും ഇളയ ദളപതിയായാലും സതീശൻ എന്ന വ്യക്തി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതും പിന്നീട് ഭരണകൂടത്തിന്റെ തലപ്പത്തേക്ക് ഉയർന്നതും പരമ്പരാഗത രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു. അവിടെയാണ് സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ യഥാർത്ഥ പ്രഹരശേഷി രാജ്യം മനസ്സിലാക്കിയത്. ജനങ്ങളുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പ്രവചിക്കുവാൻ പറ്റാത്ത തരത്തിൽ അത്രമേൽ സൂക്ഷ്മമായാണ് സോഷ്യൽ മീഡിയ അൽഗോരിതങ്ങൾ പ്രവർത്തിക്കുന്നത്. സതീശന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ഡിജിറ്റൽ തരംഗം, അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിച്ച റീലുകൾ, ജനങ്ങളുടെ വികാരങ്ങളെ തൊട്ടുണർത്തിയ മീമുകൾ എന്നിവയെല്ലാം ചേർന്നാണ് അദ്ദേഹത്തെ ജനപ്രീതിയുടെ കൊടുമുടിയിലെത്തിച്ചത്. ആ ജനപ്രീതി പിന്നീട് വോട്ടുകളായും ഒടുവിൽ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള വഴിവിളക്കായും മാറുകയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ അവഗണിച്ചപ്പോഴും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റി. ഇതേ പാതയിലാണ് ഇപ്പോൾ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടിയും സഞ്ചരിക്കുന്നത്. ഇതിന്റെ പിന്നിലെ ബുദ്ധികേന്ദ്രമായ അഭിജിത് ദീപ്കെ എന്ന യുവാവിലേക്ക് നമ്മുടെ അന്വേഷണം നീളുമ്പോൾ ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ വരും. ഒരു കോടതി വാദത്തിനിടയിൽ ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശത്തെ രാജ്യത്തെ യുവാക്കൾ തങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയായി ഏറ്റെടുത്തു.
തങ്ങൾ പാറ്റകളെന്ന് വിളിച്ച അധികാരി വർഗത്തിന്റെ ധാർഷ്ട്യത്തിന് നേരെ അതേ പേരിൽ ഒരു ഡിജിറ്റൽ പ്രതിരോധം തീർക്കുകയായിരുന്നു അവർ. ഈ പാറ്റകൾക്ക് ആണവ ആക്രമണത്തെ പോലും അതിജീവിക്കുവാൻ കഴിയുമെന്ന ശാസ്ത്ര സത്യത്തെ അവർ രാഷ്ട്രീയ പ്രയോഗമാക്കി മാറ്റി. നിഷേധിക്കപ്പെടുന്ന നീതിക്കും വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയ്ക്കും പരീക്ഷാ പേപ്പർ ചോർച്ചകൾക്കുമെതിരെയുള്ള യുവാക്കളുടെ രോഷം ഈ പേജിലൂടെ ഒരു വലിയ സ്ഫോടനമായി മാറുകയായിരുന്നു. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വെറുമൊരു തമാശയ്ക്കപ്പുറം ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ മീം പൊളിറ്റിക്സ് എന്നാണ് വിളിക്കുന്നത്. ഉക്രൈനിൽ ഒരു ഹാസ്യ നടനായിരുന്ന വ്ളോഡിമിർ സെലൻസ്കി രാജ്യത്തിന്റെ പ്രസിഡന്റായി മാറിയ ചരിത്രവും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഡോഗ് കോയിൻ പോലുള്ള ഡിജിറ്റൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ചലനങ്ങളും നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ വലിയൊരു തരംഗമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ദൃശ്യമാകുന്നത്. ഇവിടെയാണ് മുഖ്യധാരാ രാഷ്ട്രീയക്കാർ ഭയപ്പെടേണ്ടത്. കാരണം മുൻപൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിത്തട്ടിൽ ശക്തമായ കേഡർ സംവിധാനവും വലിയ ഫണ്ടും ആവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് കൃത്യമായ ഒരു ആശയവും ജനങ്ങളുടെ വികാരത്തെ ഉണർത്തുവാൻ പോന്ന ഒരു മീമും ഉണ്ടായാൽ വെറും 2 വർഷം കൊണ്ട് മുഖ്യധാരാ രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് വരുവാൻ വിജയ് ഉൾപ്പെടെയുള്ളവർക്ക് സാധിച്ചുവെങ്കിൽ ഇങ്ങനെ കയറി കൂടാൻ പറ്റുമെന്ന്, ചരിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റുമെന്ന് ഇന്നത്തെ ട്രെൻഡിങ് ആയ CJPക്കും ഒരുപക്ഷെ സാധിക്കാം എന്ന് കാലം തെളിയിക്കട്ടെ. യുവതലമുറയെ ഇതിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം ഇതിന്റെ ഭയമില്ലാത്ത ആക്ഷേപഹാസ്യ ശൈലിയാണ്. അവർക്ക് വലിയ പ്രസംഗങ്ങളിലോ വാഗ്ദാനങ്ങളിലോ താല്പര്യമില്ല. അവരുടെ ഭാഷ മീമുകളും റീലുകളുമാണ്. ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ വ്യവസ്ഥിതിയുടെ എല്ലാ പരാജയങ്ങളെയും ഒരുപോലെ പരിഹസിക്കുവാൻ CJPക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള സ്നേഹമല്ല, മറിച്ച് നിലവിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തോടുള്ള കടുത്ത അമർഷമാണ്. സതീശൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തിയതുപോലെ ഒരുപക്ഷെ വരുന്ന ആളുകളിൽ CJPയും ഒരു യഥാർത്ഥ രാഷ്ട്രീയ ശക്തിയായി മാറിയേക്കാം. അല്ലെങ്കിൽ ഇതൊരു താൽക്കാലിക പ്രതിഷേധമായി ഒടുങ്ങിയേക്കാം. എന്നാൽ ഒന്നുറപ്പാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇന്ന് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പുനർനിർവചിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ വരാന്തകളിൽ ഇരിക്കുന്നവർ ഇനിയെങ്കിലും തിരിച്ചറിയണം, നിങ്ങളുടെ കോട്ടകളെ തകർക്കുവാൻ തെരുവുകളിൽ ആളുകൾ കൂടണമെന്നില്ല. കോടിക്കണക്കിന് സ്മാർട്ട് ഫോണുകളിൽ തെളിയുന്ന ഒരു ചെറിയ ലൈക്ക് ബട്ടൺ മാത്രം മതിയാകും ഈ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ. ഈ കാലം ഭയപ്പെടേണ്ടതുണ്ട്.